പിന്നെ ഭഗവാൻ ശ്രീകോവിൽ ഇരിക്കില്ല പറയും. എന്ത് ചെയ്യും? ശ്രീകോവിൽ നിന്ന് മെല്ലെ ഭഗവാൻ ആരാ സ്തുതിക്കണത് എന്ന് നോക്കി അവരുടെ അടുത്തേക്ക് അങ്ങനെ ഇതാ എത്തിച്ചേരും. ആ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളൊക്കെ മുന്നിലേക്ക് ഇതാ എത്തിച്ചേരട്ടെ. പക്ഷെ കൃഷ്ണനൊരു പ്രത്യേകത ഉണ്ട്. ആരോടാണോ കൂടുതൽ ഇഷ്ടം അവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആരോടാണോ കൂടുതൽ ഇഷ്ടച്ചാൽ അവിടെ ഇരിക്കും ഭഗവാൻ. ചിലപ്പോൾ സപ്താഹ മണ്ഡപത്തിലൊക്കെ വരുമ്പോൾ പൂജ കഴിക്കുന്ന ആളോടാവും ഭഗവാന് കൂടുതൽ ഇഷ്ടം. പൂജ കഴിക്കുന്ന ആൾ നല്ലോണം ശ്രദ്ധിച്ച് പൂവൊക്കെ നല്ല പൂവന്നല്ലേ, ഒന്നുകൂടിയും കഴുകാട്ടോ പൂവ്, ഒന്നുകൂടിയും കഴുകി കൊണ്ടുവന്നു. പഴമൊക്കെ ചില ആൾക്കാർ മുന്നിൽ വയ്ക്കുമ്പോൾ കാണാറുണ്ടല്ലോ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് പൂജ കഴിക്കുന്ന ആളെ കാണുമ്പോൾ ഓരോ പൂവും കയ്യിലേക്ക് എടുത്ത് ഭഗവാന്റെ നാമൊക്കെ ജപിച്ച് ഭഗവാന്റെ രൂപത്തിനൊക്കെ ധ്യാനിച്ച് കൃഷ്ണന്റെ പാദങ്ങളിൽ തന്നെ എത്തണേ, കൃഷ്ണന്റെ പാദങ്ങളിൽ തന്നെ എത്തണേ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ആ പൂക്കൾ സമർപ്പിക്കുമ്പോൾ അയാളുടെ ആ ആത്മാർത്ഥത കാണുമ്പോൾ ചിലപ്പോൾ ഭഗവാൻ അവരുടെ അടുത്താണ് ഇതായിരിക്കുക. ചിലപ്പോൾ പാരായണം ചെയ്യുന്ന ആളുടെ അടുത്ത്, പാരായണം ചെയ്യുന്ന ആള് നന്നായിട്ട് ശ്രദ്ധിച്ച് തെറ്റരുതേ ഭഗവാനെ, തെറ്റരുതേ, ഒന്നും തെറ്റരുതേ, ഒരു അക്ഷരം പോലും തെറ്റരുതേ എന്ന് അങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ട് ഒരാള് പാരായണം ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ അവരുടെ അടുത്ത് ഭഗവാൻ ഇതാ വന്നിരിക്കുന്നു. ചിലപ്പോൾ പ്രഭാഷണം ചെയ്യുന്ന ആളോടായിരിക്കും ഭഗവാന് കൂടുതൽ ഇഷ്ടം. അതായിട്ട് പ്രഭാഷണം ചെയ്യാൻ സാധിക്കണേ, എങ്ങനെ വേണം ഭഗവാന്റെ കഥ പറയുക. അതാണ് സപ്താഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഭാഗവത ആചാര്യസ്ഥാനത്ത് ഇരിക്കുന്ന ആ ആളല്ല പ്രഭാഷണം ചെയ്യണത്. ആ ആളുടെ ഹൃദയത്തില് കൃഷ്ണൻ എങ്ങനെ വന്നിരുന്ന് ഭഗവാനാണ് പറയണത്. ഭഗവാൻ പറയണം, ആര് കേൾക്കണം? നമ്മളുടെ ഹൃദയത്തില് ഭഗവാന് വന്നിരുന്ന് കൃഷ്ണൻ കേൾക്കണം. ഇങ്ങനെ ഭഗവാൻ പറയലും ഭഗവാൻ കേൾക്കലും ആവുമ്പോഴാണ് സമാധിന അനുസ്മരതദ്വിജേഷ്ഠിതം. ഭാഗവതം എന്ന് പറഞ്ഞാൽ സമാധി ഭാഷയാണ് എന്ന് പറയും അല്ലെ. ഭാഗവതം സാധാരണ അക്ഷരങ്ങളല്ല, അത് സമാധിയിലെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സമാധിയിലെ അത് നമുക്കിത് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഭാഗവതം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവര് ഭൂമിയിലൊന്നും അല്ലാത്രേ ഇരിക്കണത്. ഏതോ ഒരു പ്രത്യേക ലോകത്ത്, വൈകുണ്ഠ ലോകത്തിലങ്ങനെ ഇരുന്നുകൊണ്ട് ഭഗവത മഹാത്മ്യത്തിൽ പ്രത്യേകമായിട്ട് പറയണു, സപ്താഹയജ്ഞത്തിന് ആര് വന്നു എന്ന് നോക്കണ്ടാത്രേ. ആരൊക്കെ സപ്താഹയജ്ഞത്തിൽ വന്നു കഴിഞ്ഞാലും പിന്നെ അവരെങ്ങനെയുള്ളവരാ? അവരെ വൈഷ്ണവരായിട്ട് കാണണമെന്ന് പറയും. അവരൊക്കെ വൈഷ്ണവരാണ്. ചെറിയ കുട്ടിയായാലും ശരി, വലിയ ആളായാലും ശരി. ഇന്നലെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നോക്കാതെ ഇന്ന് മുന്നിൽ വന്നിരിക്കുന്നുണ്ടോ എന്നാൽ അവരെ ഭഗവാൻ ആ വൈഷ്ണവരായിട്ടാണ് ഇതാ കാണും. ഇങ്ങനെ സമാധിയിലിരുന്ന് പറയുമ്പോൾ, സമാധിയിലിരുന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് പറയുന്ന ആചാര്യൻ്റെ അടുത്തായിരിക്കും ഭഗവാൻ ഇരിക്കുക. ചിലപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ മുട്ടുകുത്തി ഭാഗവതം കേൾക്കാൻ വന്ന ആൾക്കാരുണ്ടാവും. ആ കേൾക്കാൻ വന്ന ഓരോ ആൾക്കാരുടെ അടുത്തങ്ങനെ ഇരുന്ന് ചിലപ്പോൾ അവരുടെ മടിയിൽ കയറിയിരിക്കും കൃഷ്ണൻ. ചിലപ്പോൾ ഭഗവാൻ ഒക്കത്തായിരിക്കുക. അതെ, എവിടെയാ ഈ സപ്താഹം തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ ഇരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഗോപസ്ത്രീകള് കൊണ്ടുവച്ച വെണ്ണ പോലെ ശുദ്ധമായിരിക്കുന്ന ഹൃദയമാണോ, ആ ഹൃദയത്തിൻ്റെ അടുത്താണ് ഭഗവാൻ ഇതാ വന്നിരിക്കുക. അതാണ് ഗോപസ്ത്രീകളുടെ പ്രത്യേകത അല്ലേ. ഗോപസ്ത്രീകളെ എവിടെ വെണ്ണ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ പോയി എടുക്കത്രേ. ഗോപസ്ത്രീകളും അതെ, അവര് ഈ ഇരുട്ടുള്ള മുറിയില്, മുകളില് ഉറിയിലൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വെണ്ണയാക്കി വെക്കുന്നത് അല്ലേ? അവര് കൃഷ്ണൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെ ഇരുട്ടുള്ള മുറിയിൽ മുകളിൽ വെണ്ണ വെച്ചാൽ എങ്ങനെയാ കൃഷ്ണൻ എടുക്കുക? അത് കാണണം കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് അവര് ഈ ഇരുട്ടുള്ള മുറിയിൽ ഇത്രയും ദൂരത്ത് ഇതാ വെണ്ണ കൊണ്ടുപോയിട്ട് ഇതാ വെക്കണത് അല്ലേ. അപ്പൊ അവരെവിടെ വെണ്ണ കൊണ്ടുപോയി വെച്ചു? ഉണ്ണോ ഗുരുവായൂരപ്പ ഭഗവാനെ.
ഉണ്ണോ ഗുരുവായൂരപ്പ കൃഷ്ണ. നേരത്തെ നമ്മൾ കേട്ടല്ലോ, ഭക്തിയുടെ ഉദാത്ത ഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താ പറയാനുള്ളത്? നിഷ്കളങ്ക ഭാവമായിരിക്കണം ഭഗവാന്റെ മുന്നിൽ വരുമ്പോൾ എന്ന് പറയും. ആ ഇല്ലത്തെ ഉണ്ണി ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ അങ്ങനെ ഇരുന്ന് ഭഗവാൻ ഇത് കഴിക്കൊന്നുമില്ല, അത് അയാൾക്ക് അറിയില്ല അത്രയും. ആ ഉണ്ണി അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു ഭഗവാനോട്, കൃഷ്ണ കഴിക്കണം കേട്ടോ, കൃഷ്ണ കഴിക്കണേ, കണ്ണ കഴിക്കണേ കഴിക്കണേ, നീയത് കഴിച്ചില്ല വെച്ചാൽ എനിക്ക് പറ്റില്ല കേട്ടോ ഭഗവാന്. അവസാനം ഉണ്ണിയുടെ ആത്മാർത്ഥത കണ്ടപ്പോൾ ഭഗവാൻ വിഗ്രഹം നോക്കി അങ്ങനെ മറന്നു. അങ്ങനെ വിഗ്രഹമെന്ന് ഭഗവാൻ അതാ മറന്നു അല്ലേ? അതാണല്ലോ ചെന്താമരക്കണ്ണരുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. കൃഷ്ണൻ എങ്ങനെയുള്ള ആളാണ്? നിരീഹം നിരാകാര ഓങ്കാരഗമ്യം ഗുണാതീതം അവ്യക്തമേകം തുരീയം പരം ബ്രഹ്മ യം വേദ തസ്മൈ നമസ്തേ. നിരീഹനാണ്, നിരാകാരനാണ്, നിർഗുണനാണ്. ഒരു ഗുണവും ബാധിക്കാത്ത, സത്വഗുണോ രജോ ഗുണോ തമോ ഗുണോ ബാധിക്കാത്തതായ നിർഗുണനായിരിക്കുന്ന ഭഗവാൻ ആ കൃഷ്ണനെ ഒന്നൊക്കെ അറിയിക്കണച്ചുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ. പ്രഹ്ലാദനല്ലേ സാധിക്കൂലേ? പ്രഹ്ലാദനെ പോലെ ഭക്തിയുള്ള ഒരാൾക്ക് അവരുടെ മുന്നിലിരുന്ന ഭഗവാൻ അതാ പറയുന്നു, ഞാൻ തോറ്റു കേട്ടോ പ്രഹ്ലാദ. അങ്ങയുടെ ആ ഭക്തിയുടെ മുന്നിൽ ഞാൻ തോറ്റു പ്രഹ്ലാദ, ഞാൻ തോറ്റു എന്ന് ഭഗവാനൊക്കെ തോറ്റു എന്ന് പറയണച്ചുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂലേ? കൃഷ്ണനൊക്കെ മുന്നിൽ അങ്ങനെ വന്നിരുന്നു തോറ്റു കേട്ടോ പറയണമെന്ന് വെച്ചാൽ എത്രത്തോളം ഭക്തി ഉണ്ടായിരിക്കണം. നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതം അവ്യക്തം ഏകം തുരീയം. ഇങ്ങനെ അവ്യക്തമാകുന്ന ഏകമായിരിക്കുന്ന തുരീയനായിരിക്കുന്ന പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ, ഭഗവാനെന്നെ ഇപ്പോൾ വിഗ്രഹം, ഭഗവാനെ തോന്നിയത്ര വിഗ്രഹം അല്ല കേട്ടോ, ഞാൻ എനിക്ക് എന്തൊക്കെയോ ഭാവം വരുന്നുണ്ടല്ലോ, എനിക്കിപ്പോൾ എന്തൊക്കെയോ ഒരു ഭാവം വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വിഗ്രഹത്തിൽ നിന്ന് ഭഗവാൻ ഒരു സ്വരൂപം സ്വീകരിച്ച് മുന്നിൽ അങ്ങനെ അതാ വന്നിരുന്നു. ഈ ഉണ്ണി ഏത് ഭാവത്തിലാണോ കൃഷ്ണനെ ധ്യാനിച്ചത് അല്ലേ, ഏതാണോ കൃഷ്ണന്റെ രൂപം എന്ന് ഈ ഉണ്ണിയുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം എന്താണോ, ആരാ ഭഗവാന്റെ രൂപത്തിനെ സൃഷ്ടിക്കണത് അല്ലേ? ഒരു ജ്ഞാനിക്കോ ഒരു യോഗിക്കോ ഭഗവാന്റെ രൂപമില്ല. ഭക്തന് മാത്രമേ ഭഗവാൻ ഇതാ സ്വരൂപമുള്ളൂ. ഭക്തൻ എങ്ങനെ വേണം തൻ്റെ മുന്നിലേക്ക് ഭഗവാൻ വരിക അല്ലേ? ഹിരണ്യേശിപു തീരുമാനിച്ചു കൃഷ്ണൻ എങ്ങനെ വരണം. കൃഷ്ണൻ എങ്ങനെ വരണം എൻ്റെ മുന്നിൽ എന്നുള്ളത് ആരാ തീരുമാനിച്ചത്? ഹിരണ്യേശിപ്പാണ് ഇതാ തീരുമാനിക്കണത് അല്ലേ? അതേ രൂപത്തിലാണ് ഭഗവാൻ ഇതാ വരിക. അങ്ങനെ വിഗ്രഹമൊക്കെ മാറി ഭഗവാന്റെ മുന്നിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ ഉരുളി അങ്ങനെ വെക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, നീ ഞാൻ കഴിച്ചോളാം കേട്ടോ, കുറച്ച് നെയ്യും കഴിച്ചോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഉരുള ഉരുട്ടി ഇങ്ങനെ അതാ കഴിക്കണത് അല്ലേ? ഈ ഭക്തിയിലല്ലാതെ സാധിക്കുമോ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്? പശ്യന്തി ദേവി രുചിരാണ്യം വസന്തം. ഭക്തി ശാസ്ത്രമാണ് ഭാഗവതം എന്ന് പറയും. ഭക്തിയാ ഭാഗവതം ജ്ഞേയം ഭക്തിയുക്തിയാ തു ഭാരതം ഭക്തിയാ യുക്തിയാ വിരക്തിയാ ചാജ്ഞേയം രാമായണം ബുധൈ. ഭക്തിയാ ഭാഗവതം ജ്ഞേയം. ഭക്തി ഉള്ളവർക്കാണ് ഭാഗവതം മനസ്സിലാവുക. പറയും ഭക്തി ഉണ്ടോ അപ്പോഴാണ് ആ ഭാഗവതം എന്താണെന്നുള്ളത് മനസ്സിലാവുക. കൃഷ്ണനങ്ങനെ വന്നിരുന്ന് ചിലപ്പോൾ ഭാഗവതം കേൾക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ മടിയിൽ കയറിയിരിക്കും. അതാണ് വില്യമംഗല സ്വാമിയാർ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂർ ഏകാദശി ദിവസം വന്നു നോക്കിയപ്പോൾ എവിടെയും കൃഷ്ണനെ കാണുന്നില്ല. ശ്രീകോവിൽ നോക്കി അവിടെയും ഭഗവാനെ കാണുന്നില്ല, അപ്പുറത്ത് നോക്കി അവിടെയും ഭഗവാനെ കാണുന്നില്ല. എവിടെയായി കൃഷ്ണൻ ഇരിക്കണത് നോക്കി നടക്കുമ്പോൾ അന്ന് ഈ നമ്പൂതിരി സ്ത്രീകൾ ഭഗവാനെ കാണാൻ വരുന്ന സമയത്ത് ഈ ഓലക്കൊടയും പിടിച്ചിട്ടാണ് വരിക അത്ര. അപ്പം കൃഷ്ണൻ എവിടെയാണ് ഇരിക്കണത് ചോദിച്ചാൽ ഓലക്കൊടേൻ്റെ മുകളിൽ കയറിയിരിക്കുക. മറക്കൊടേൻ്റെ മുകളാണ് കൃഷ്ണൻ ഇതായിരിക്കണത്, മുട്ടൂത്തി ഇരിക്കുക അത്രേ ഭഗവാൻ. അതാണ് ഈ ഭഗവാൻ എവിടെയാണ് ഇരിക്കുക എന്നുള്ളത് നമുക്കിതാ പറയാനായിട്ട് ഇതാ സാധിക്കില്ലേ. ആ പരമമായിരിക്കുന്ന ഭക്തി നമുക്കിതാ ഉണ്ടാവണേന്ന് ഈ അവസരത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കല്ലാതെ, ഭഗവാനെ സ്തുതിക്കല്ലാതെ, അതെ എങ്ങനെയൊക്കെ സ്തുതിക്കുന്നു ആ സ്തുതി അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ വിഗ്രഹമൊക്കെ മറക്കും. അതൊക്കെ മറന്നു മെല്ലതാ നമ്മളെ മുന്നിലേക്ക് ഇതാ എഴുന്നള്ളി വരുന്നു ആ ഭഗവാൻ. ആ കൃഷ്ണന്റെ കാരുണ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഒരു കീർത്തനം പാടി
ഭഗവാന്റെ ആ മഹാത്മ്യം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കാം. ശേഷോധുനാഭി സഭവസ്യതിദാസ്യ ഭാരം ശേഷോധുനാഭി. അല്ലെ, 1000 നാവുള്ളതായിരിക്കുന്ന അനന്തനെ പോലും ഇന്ന് പോലും ഭഗവാന്റെ ആ മഹാത്മ്യം പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല. അത്രേ ഇന്ന് പോലും പറയാനായിട്ട് ഇതാ സാധിച്ചിട്ടില്ല. പറഞ്ഞുകൊണ്ടിരിക്കുക. ശേഷന്റെ പുറത്ത് കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു എത്ര പറഞ്ഞാലും കഴിയില്ല. ഭഗവാന്റെ ആ കഥകൾ നിർത്തണേ എന്ന് വിചാരിച്ചപ്പോൾ 3-4 പ്രാവശ്യം നിർത്താൻ വേണ്ടി പുറപ്പെടുന്നു. കൂടെ കീർത്തനം പറയാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി പറയാൻ വേണ്ടി പുറപ്പെട്ടു. നിർത്താനായിട്ട് ഇതാ സാധിക്കണില്ല. ശേഷോധുനാഭി. അനന്തന്റെ പുറത്തങ്ങനെ കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു അല്ലേ, ആ അനന്തനെ ഭഗവാന്റെ പ്രാധാന്യത്തിനെ പറയാനായിട്ട് ഇതാ സാധിക്കുള്ളൂ. ആ അനന്തനാണ് ഇവിടെ ഭട്ടതിരിപ്പാടായിട്ട് ഇതാ അവതരിച്ചത്. ഭട്ടതിരിപ്പാട് ശ്രീ ഗുരുവായൂരപ്പന്റെ കഥ എങ്ങനെ പറഞ്ഞ് മാധുര്യധുര്യാദവി ഭഗവാന്റെ കഥകളെ പറഞ്ഞ് ഉരുചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗരമായ രമാദേവിയുടെ ചിത്തത്തിനെ ചോരണം ചെയ്യുന്നതായിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഉരുക്കളാണ് ഭഗവാൻ എന്ന് പറഞ്ഞു അല്ലേ. രമാദേവിയുടെ ചിത്തത്തിന് അതെങ്ങനെ ഇപ്പോൾ ഈ ഭട്ടതിരിക്ക് മനസ്സിലായി ഭഗവാന്റെ ഈ ഉരുക്കൾക്കൊക്കെ എത്രയധികം മഹാത്മ്യാണ് എന്നുള്ളത് അല്ലേ. മുത്തശ്ശൻ കഥ പറയുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. മുത്തശ്ശൻ ഈ ഭാഗം, ഈ നാരായണീയത്തിൽ ഈ ഭാഗം കഥ പറയുന്ന സമയത്ത് അല്ലെ ഒരു കാറ്റടിച്ചു. കാറ്റടിക്കുന്ന സമയത്ത് അനന്തനായിട്ട് കിടക്കണ അല്ലെ, അനന്തനൊന്ന് ആ ഭഗവാന്റെ ആ ഊരുക്കളുടെ മഹാത്മ്യം കാണാനായിട്ട് ഇതാ മനസ്സിൽ. അതാണ് ഭട്ടതിരിപ്പാട് ഭഗവാന്റെ ആ ഊരൂച്ചാരു ഭഗവാന്റെ ആ മഹാത്മ്യത്തിനെ സൗന്ദര്യത്തിനെ വർണ്ണിക്കാനായിട്ട് ഇതാ സാധിച്ചത്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ കീർത്തനങ്ങളിതാ പാടുമ്പോൾ, സ്തുതികളിതാ പാടുന്ന സമയത്ത് ഭഗവാൻ നമ്മളെടുത്തതാ എത്തിച്ചേരട്ടെ. ആ ഉണ്ണിക്കണ്ണൻ നമ്മളതാ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കയ്യു വേണു നീല നീളം കോലും നല്ല കയ്യു വേണു മല്ല വൈരി തേരോലുന്ന കയ്യു വേണമോ. നാരായണ 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 രാധ ഗോവിന്ദ. ദേവഗീതമാകരത്തിൽ വന്നു ദേവകൾക്കും മോദമേറ്റും കല്ലു വേണമോ. ഇന്ദ്രനീലമാണി വർണ്ണം കൊണ്ടു ലക്ഷ്മി ഭക്ഷതീരായി ചന്ദ്രമോദം തിളങ്ങുമാ കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ഗൗരിയോട്
നാരായണ നാരായണ രാധാ ഗോവിന്ദ ഹൃദയത്തിൽ വായിപ്പോരെ മായാഗന്ധം മൂരിച്ചൂടൻ മുതത്തിയിലാക്കിയിടുന്ന കല്ലോ വേണമോ ഹരിക്കൂലിൽ വേണ്ടെന്നായി തോന്നിയിടും കേൾക്കുവാൻ ഉണ്ടാക്കി തീർക്കും കല്ലോ വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ ഇഹ പര സുഖങ്ങളിൽ മുഴുകിന പെരുമ ആകാരം ചൂടും നല്ല കല്ലോ വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ ഏവം പരരക്ഷയ്ക്കായി കല്ലോ നിൽക്കും ജോലിക്കെന്നെ ഭാവസൂനോദേശം തോറും സൃഷ്ടിപ്പിക്കുമോ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ നാരായണ രാധാ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ നമുക്ക് ദീപാരാധനയോട് കൂടിയിട്ട് ആരംഭിക്കാം. എല്ലാവർക്കും പ്രാർത്ഥനാ ശ്ലോകങ്ങൾ എഴുന്നേറ്റ് നിന്ന് ജപിക്കാം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവാത് മാം ഉദ്ധര ഭവാർണ ശ്രീമദ്ഭാഗവതാഖ്യോയം ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ യഥം ഭവസാഗരേ മനോരഥോ മദീയോയം മനോരഥോ മദീയോയം സഫല സർവധാ ത്വയാ സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ ദാസോഹം തവ കേശവ ശുകരൂപ പ്രബോധജ്ഞാ രൂപപ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദാ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാ പ്രകാശേന കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയാ ജ്ഞാനം വിനാശ സർവമംഗളമംഗല്യേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ നാരായണി നമോ ശിവം ശിവകരം ശാന്തം ശിവം ശിവകരം ശാന്തി ശിവാത്മാനം ശിവോത്തമം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം പ്രണതോസ്മി സദാ
അന്യഥാ ശരണം നാസ്തി യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന കാരുണ്യഭാവേ രക്ഷ രക്ഷ ജനാർദ്ദന കൃഷ്ണായ വാസുദേവായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദനായ നന്ദഗോപകുമാരായ ഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ കൃഷ്ണായ വാസുദേവായ വാസുദേവായ ഹരയേ പരമാത്മനേ പരമാത്മനെ പ്രണതക്ലേശനാശായ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ കൃഷ്ണായ വാസുദേവായ വാസുദേവായ ഹരയേ പരമാത്മനേ പരമാത്മനെ പ്രണതക്ലേശനാശായ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ കൃഷ്ണായ വാസുദേവായ വാസുദേവായ ഹരേ പരമാത്മനേ പരമാത്മനെ പ്രണതക്ലേശനാശായ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ കണ്ണടച്ച് അതിമനോഹരമായ ഭഗവാന്റെ സ്വരൂപത്തെ, മഹാവിഷ്ണു സ്വരൂപത്തെ മനസ്സിലേക്ക് നന്നായി ധ്യാനിച്ചുകൊണ്ട് ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ടാൻ ഒറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാലയണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കടത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട തൃക്കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിന്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞുകൊണ്ട് സർവേശ്വരനായ ഭഗവാൻ നമ്മളെ സപ്താഹമണ്ഡപത്തിൽ നമ്മളെ മുഴുവനും അനുഗ്രഹിക്കുവാൻ എപ്രകാരമാണോ കാത്തിരിക്കുന്നത്, ഈ അമ്പലത്തിൽ നമ്മളെ മുഴുവനും അനുഗ്രഹിക്കുവാൻ സാക്ഷാൽ ഭഗവാൻ എപ്രകാരമാണോ കാത്തിരിക്കുന്നത്, ആ ഭഗവാന്റെ സ്വരൂപം എല്ലാ സമയത്തും ഞങ്ങൾക്ക് മനസ്സിലേക്ക് കാണുവാനായി സാധിക്കണേ. ദുഃഖമില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, പരസ്പര സ്നേഹത്തോടുകൂടി, പരസ്പര ബഹുമാനത്തോടുകൂടി ജീവിക്കുവാനായി സാധിക്കണേ. ഞങ്ങളെല്ലാവിധ ആഗ്രഹത്തിനെയും ഭഗവാനെ അങ്ങതാ സാധിപ്പിച്ചു തരണേ. ഞങ്ങളെല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണേ. ഞങ്ങളെ ബാധിച്ച എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കി തീർക്കണേ. ഞങ്ങളെല്ലാവിധ രോഗങ്ങളും ഇല്ലാതാക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ദീപാരാധന നടത്തുമ്പോൾ സർവ ഐശ്വര്യത്തിന് നന്നായി പ്രാർത്ഥിച്ച് ഭഗവാന്റെ തിരുനാമം ഹരേ രാമ മന്ത്രം, കലിസന്തരണ മന്ത്രം ജപിച്ച് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ദീപാരാധന എല്ലാവർക്കും അതാത് സ്ഥാനം സ്വീകരിക്കാം, അതാത് സ്ഥാനത്തിരിക്കാവുന്നതാണ്. നമുക്ക് ഒരധ്യായം ഭാഗവത മാഹാത്മ്യം പാരായണമുണ്ട്. അതിനുശേഷം ഒന്ന് ചുരുക്കി വർണ്ണിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രേ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ആദ്യം തന്നെ നെയ്യാണ്.
നമ്മളെ സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ ഇതാ ഇവിടെ കൊണ്ടുവന്നതാ വെച്ചത് അല്ലേ. എന്താ നെയ്യിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. സച്ചിദാനന്ദ രൂപായ, ആനന്ദത്തിനെ പ്രദാനം ചെയ്യുന്നതാണ്, ഐശ്വര്യത്തിനെ പ്രദാനം ചെയ്യുന്നതാണ് അല്ലേ, നല്ല അറിവിനെ പ്രദാനം ചെയ്യുന്നതാണ്. അതാണ് നെയ്യിൻ്റെ പ്രത്യേകത. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നെയ്വിളക്ക്. ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു, ഒന്നുകൂടി നാളത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തണേ, രാവിലത്തെ ആ നെയ്വിളക്കിൻ്റെ പ്രദക്ഷിണം. ഭഗവാൻ കാത്തിരിക്കുക, നെയ്വിളക്ക് ഇങ്ങനെ ഭഗവാൻ എങ്ങനെ ഇതാ കാത്തിരിക്കുക. അതാണ് നെയ്യ് ഇതാ മുന്നിൽ ഇതാ കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ ധാരാളം നെയ്വിളക്ക് നമ്മൾ സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ അങ്ങനെ കൊണ്ടുവന്നാ വെക്കുമ്പോൾ നമുക്ക് ആ ഐശ്വര്യത്തിനെ ഭഗവാൻ ഇതാ പ്രദാനം ചെയ്യുന്നു. സച്ചിദാനന്ദരൂപായ, നമുക്ക് ആനന്ദം ഉണ്ടാവാൻ ഇത് ചെയ്താൽ മതി. ഭഗവാന് മുന്നിൽ ധാരാളം വിളക്ക്. അതാണ് അലങ്കാരപ്രിയരാണ് ഭഗവാൻ എന്ന് പറയും അല്ലെ. അലങ്കാരപ്രിയോ വിഷ്ണു, അലങ്കാരപ്രിയരാണ് ഭഗവാൻ. ആ അലങ്കാരം അതാ വിഷ്ണുവിന് അതാ വരുന്നു അല്ലെ. വിഷ്ണുവിന് മുന്നിലേക്ക് അലങ്കാരപ്രിയരാണ് വിഷ്ണു. എന്താണോ അവിടെ ഇരുന്ന് പറയുന്നത് അതൊക്കെ ഭഗവാൻ ഇതാ ഓരോന്നോരോന്നായിട്ട് നമ്മളെ സപ്താഹ മണ്ഡപത്തിന്റെ മുന്നിലേക്ക് ഇതാ കൊണ്ടുവന്ന് വെക്കുക. വിഷ്ണുവിനെയാണ്, നേരെ വിഷ്ണുവിനെയാണ് മുന്നിൽ ഇതാ എത്തിച്ചത്. അലങ്കാരപ്രിയനാണ് വിഷ്ണു അല്ലേ. അലങ്കാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം. എത്ര അലങ്കരിച്ചാലും മതിയാവില്ല. എത്രയാ ഇവിടെയുള്ള ഭഗവാനെ അലങ്കരിച്ചത് അറിയില്ല. കണ്ടില്ലേ, ഇവിടെ മുന്നിൽ വെച്ചതായിരിക്കുന്നത് ആ ഭഗവാന്റെ അലങ്കാരം. എങ്ങനെയൊക്കെ അലങ്കരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് എന്നാ കേട്ടത്. എങ്ങനെയൊക്കെ കുറച്ച് ദിവസമായി ഇതിന്റെ പിന്നാലെ ആളുകൾ ഈ ഭഗവാനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അലങ്കാരപ്രിയനാണ് ഭഗവാൻ. എത്ര അലങ്കരിച്ചാലും മതിയാവില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ നോക്കത്ര കഴുത്തിലേക്ക് മഞ്ഞപ്പട്ടിലേക്ക് ചളി, അയ്യോ ഇത് വേണ്ട കേട്ടോ, വേറെ ഒന്ന് എടുത്തിട്ടു, ചളി ഇത് വേണ്ട വേറെ ഒന്ന് എടുത്തിടും ഭഗവാൻ. അതാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേകത അല്ലെ. അലങ്കാരത്തിന് അത്രയധികം പ്രാധാന്യമാണ്. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. അങ്ങനെ പറയാൻ പുറപ്പെട്ടിട്ട് വെച്ചാൽ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു അധ്യായം വായിച്ച് ചുരുക്കി വായിച്ച് നമുക്ക് ഇതാ നിർത്താം. വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ പറയാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു പിടിച്ചു നിർത്താനായിട്ട് ഇതാ സാധിക്കില്ല. അതുകൊണ്ട് നമുക്കൊരു അധ്യായം ഇപ്പോൾ പാരായണം ചെയ്യാം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രയം കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ വൃഥാസുതം. രണ്ട് കൃഷ്ണന്മാരെ വീണ നമസ്കരിച്ചുകൊണ്ടാണ് ഇവിടെ ഭാഗവതം ആരംഭിക്കുന്നത്. കൃഷ്ണം നാരായണം വന്ദേ, നാരായണനായിരിക്കുന്ന കൃഷ്ണൻ, നാരായണനായിരിക്കുന്ന കൃഷ്ണൻ. നാരായണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെ. പിന്നെ പ്രഥാസുതനായിരിക്കുന്ന കൃഷ്ണൻ അല്ലേ. പ്രഥാസുതം, പ്രഥാസുതം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഭൂമിയിൽ നിന്നുണ്ടായ നാരായണന്മാർ, ഭൂമിയിൽ നിന്നുണ്ടായ നാരായണൻ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ, പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ നമസ്കരിച്ച് ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവാത്മാവായിട്ട് ഇതായിരിക്കുന്നത്. പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ നേരത്തെ പറഞ്ഞ നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തം ഏകം തുരീയം പരം ബ്രഹ്മ യം വേദ തസ്മൈ നമസ്തേ. അങ്ങനെയുള്ള ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ പ്രഥാസുതനായി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവാത്മാവായിട്ട് ഇതായിരിക്കുന്നത്. അതാണ് ഈ ഭാഗവതത്തിന് ശ്രീമദ് ഭാഗവതം എന്നാ പേര്. വെറും ഭാഗവതം എന്നല്ല. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രീ സമേതനായിരിക്കുന്ന കൃഷ്ണനെയാണ് ഈ ഭാഗവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ശ്രീകൃഷ്ണനാണ് ഇവിടെ, ശ്രീകൃഷ്ണനാണ് നമ്മളെ സപ്താഹ മണ്ഡപത്തിലെ ഭാഗവതത്തിലെ നായകൻ. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രീയെ പ്രദാനം ചെയ്യുന്ന ദേവൻ എന്നർത്ഥം. ഐശ്വര്യത്തിനെ പ്രദാനം ചെയ്യുന്ന ദേവൻ. ആരെങ്കിലുമൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ
കൃഷ്ണൻ അങ്ങനെ തോന്നുന്നത് ഇതൊക്കെ ഇപ്പം കൊടുത്തിട്ട് എന്താ കാര്യം, ഇതൊക്കെ അറിവില്ലാത്തതുകൊണ്ട് ചോദിക്കുകയല്ലേ ഓരോ ആൾക്കാർ, അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് എന്താ കാര്യം എന്നിങ്ങനെ ഭഗവാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന സമയത്ത് അടുത്തൊരാളുണ്ട്. ആരാണ്? രാധാസഹായം അതിസുന്ദരമന്ദഹാസം. രാധാദേവി അടുത്ത് നിന്ന്, അതാണ് ഗർഗഭാഗവതത്തില് വൈകുണ്ഠ ലോകത്തുള്ള സാക്ഷാൽ ഭഗവാൻ എങ്ങനെയാ ഇരിക്കണത് ചോദിക്കുമ്പോൾ, ഗോലോകത്തുള്ള ഭഗവാൻ എങ്ങനെയാ ഇരിക്കണത് ചോദിക്കുന്ന സമയത്ത് അവിടെ രാധാസഹായം അതിസുന്ദരമന്ദഹാസം, രാധാദേവിയോട് കൂടിയിട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് ഗോലോകത്ത് കാണാനായിട്ട് സാധിക്കും. ബ്രഹ്മാദി ദേവന്മാര് ഗോലോകത്തുള്ള ഭഗവാനെയാണ് ഗർഗഭാഗവത്തിൽ വർണ്ണിക്കണം. ഇതാണ് അവതാര തമസ്സാക്ഷാൽ ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം. അവതാര തമസ്സാക്ഷാൽ ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം. അവതാരതമം, ഭഗവാൻ അവതാരമല്ല, ഭഗവാൻ അവതാരിയാണ്. കൃഷ്ണനിൽ നിന്നാണ് ഈ ലോകം മുഴുവനും ഉണ്ടായത്. അങ്ങനെയുള്ള ഗോലോകത്ത് രാധാദേവിയോട് കൂടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇതായിരിക്കുന്നത്. അതാണ് ശ്രീകൃഷ്ണൻ. സുന്ദരീം കൃഷ്ണവല്ലഭാം. ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ഇതായി ഇറങ്ങി വരുമ്പോൾ ഭഗവാന്റെ കൂട്ടത്തിൽ ഒരാളും കൂടി വന്നു അത്രേ. സുന്ദരീം കൃഷ്ണവല്ലഭം. കൃഷ്ണന്റെ വല്ലഭയായിട്ട് രാധാദേവിയും കൂടി ഇവിടെ അതാ എത്തിച്ചേർന്നു. അതാണ് ഭാഗവതത്തില് ശ്രീസമേതനായിരിക്കുന്ന കൃഷ്ണൻ, രാധാദേവിയോട് കൂടിയുടെ കൃഷ്ണൻ. ഈ ഭാഗവതത്തിന് രാധാകൃഷ്ണ ഭാഗവതം എന്നൊരു പേരുണ്ട്. രാധാകൃഷ്ണ ഭാഗവതം. രാധാകൃഷ്ണന്മാരെയാണ് ഈ ഭാഗവത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തൊക്കെയാണോ ഓരോരോ ആളുകളും സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ വന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് വെച്ചാൽ ഇടയ്ക്ക് രാധാദേവി പറയും, കൊടുത്തോളൂ കേട്ടോ ഭഗവാൻ, കൊടുത്തോളൂ കൊടുത്തോളൂ കൊടുത്തോളൂ. അത് രാധാസഹായമതി സുന്ദരമന്ദഹാസം. അതെ, രാധാദേവിയോട് കൂടിയ ആ കൃഷ്ണനെയാണ് നമുക്കത് കാണാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരത്തിൽ എടുത്തതായിരിക്കുന്ന ജീവാത്മാക്കള് ശരീരത്തിന്റെ ഓരോരോ ആഗ്രഹങ്ങൾ ഇവിടെ വന്നതാ ചോദിക്കുമ്പോ, മനോരഥോ മതീയോയം സഫല സർവധാത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ഞങ്ങളൊക്കെ കുറെ മനോരഥമുള്ള ആൾക്കാരാണ്, കുറെ ആഗ്രഹമുള്ള ആൾക്കാരാണ് ഭഗവാനെ. അപ്പൊ എന്ത് വേണം? ആഗ്രഹം സാധിക്കണം. അപ്പൊ ആഗ്രഹം സാധിക്കണം വെച്ചാൽ ഭഗവാന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ മതി. എന്ത് ആഗ്രഹം വേണമെങ്കിലും ചോദിക്കാം, ഒക്കെ സാധിപ്പിച്ചു തരുന്നയാളാണ് സാക്ഷാൽ ഭഗവാൻ. അതാണ് പ്രധാസുതം. ഇങ്ങനെയുള്ള ആ ഭഗവാനെ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഭാഗവതം ആരംഭിക്കുന്നു. സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രൗരജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവാ പുത്രേതി തന്മയതയാദരവോ വിനേതുത്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശലശൗനകോബ്രവീത്. ശൗനകോ വാച അജ്ഞാനധ്വാന്തവിധ്വംസകോടിസൂര്യസമപ്രഭാ സൂതാഖ്യായി കഥാസാരം മമ കർണരസായനം. ഭക്തിജ്ഞാനവിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഇഹ ഘോരേ കലോ പ്രായോ ജീവശ്ചാസുരതാം ഗതാം. ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിംപരായണം. ശ്രേയസാം യദ്ഭവേത് ശ്രേയ പാവനാനാം ച പാവനം. കൃഷ്ണപ്രാപ്തികരം ശശിലസാധനം തദ്വദാധുന. ചിന്താമണിർലോകസുഖം സുരദ്രുസ്വർഗസമ്പദം. പ്രയച്ഛതി ഗുരു പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. സൂതോവാച പ്രീതിശ്വനകചിത്തേ ദേഹ്യതോ വസ്മി വിചാര്യ ച സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം. ഭക്തിയോഗവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷേതുകം. തദഹം ദേവിദാസ്യാമി സാവധാനതയാ ശൃണു. കാലവ്യാളമുഖഗ്രാസത്രാസു നിർനാശഹേതവേ. ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം. ഏതസ്മാദപരം കിഞ്ചിന്മനഃശുദ്ധ്യൈ ന വിദ്യതേ. ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേത്. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേഷുകേ. സുധാകുംഭം ഗൃഹേത്യൈവാ ദേവാസ്തത്ര സമാഗമൻ. ശുകം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുര. കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹേത്യൈവ സുധാമിമാം. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം. പ്രഭാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. കുസുധാ ക്വകഥാ ലോകേ ക്വകാച ക്വമണിർമഹാൻ. ബ്രഹ്മരാതോ വിചാരീവം തഥാ ദേവാൻ ജഹാസഹ. അപക്താംസ്താം ശ്രവിജ്ഞായാനദോസകഥാമൃതം. ശ്രീമദ്ഭാഗവതീ വാർത്താസുരാണാമഭിദുർലഭാം. രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാധാതാപി സ്മിതാം.
സത്യലോകേതിലാം ബദ്ധ്വാദ്വരയൽ സാധനാന്യജ ലഘുന്യന്യാനി ജാതാനി ഗൗരവേണ ഇതം മഹത് തദാർഷീണാ സർവേ വിസ്മയം പരമം യയോ മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ഖലു പഠനാശ്രവണാൽ സദ്യോ വൈകുണ്ഠഫലദായകം സപ്താഹേന ശ്രുതം ചെയ്തൽ സർവദാ മുക്തിദായകം സനകാദ്യേ പുരാ പ്രോക്തം നാരദായതയാവരെ യദ്യപി ബ്രഹ്മസംബന്ധ ശ്രുതമേത സുരർഷിണ സപ്താഹ ശ്രവണ വിധികുമാരേ തസ്യ ഭാഷിത ശൗനകോവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ സ്ഥിരസ്യ ച വിധിശ്രവേ കുത പ്രീതി സംയോഗ പുത്രതേ സഹ സൂതോവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനകം ശുകേന മമയൽ പ്രോക്തം രഹസ്യം വിചാരിച്ച ഏകദാ ഹി വിശാലായം ചത്വാരക്ഷയോമലാം സത്സംഗാർത്ഥം സമായാദാദൃശസ്തത്ര നാരദം കുമാരാഊചു കഥം ബ്രഹ്മന്തീനമുഖ കുതശ്ചിന്താതുരോ ഭവാൻ ത്വരിതം ഗമ്യതേ കുത്രാകുതശ്ചാഗമനന്തവ ഇദാനിം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാജന തവേദമുക്തസംഗസ്യാനോചിതം കാരണം നാരദോവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം ഗുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷുതേർത്ഥേഷു ബ്രഹ്മാണ ഇതസ്തത നാപശ്യം പുത്രജി ചർമാവന്റെ സന്തോഷകാരകം കലിനാധർമ്മമിത്രേണാധരേയം ബാധിതാധുന സത്യം നാസ്തി പശ്ചോജം ദയാദാനം ന വിദ്യതേ ഉദരം പരിണോ ജീവാവരാഗ കൂടഭാഷിണ മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യാഖിപദ്രുത പാഖണ്ഡനിരദാസന്തോ വിരക്താസ പരിഗ്രഹ തരുണീ പ്രഭുദാഗേ സ്യാലകോ ബുദ്ധിദായക കന്യാവിക്രയണോ ലോഭദമ്പതീനാം ച കൽക്കനം ആശ്രമായവനെ രുദ്ധാതീർത്ഥാൻ സരിതസ്തത ദേവതായതനാന്യത്ര ദുഷ്ടേ നഷ്ടാനി പുരുഷ ന യോഗി നൈവ സിദ്ധോ വാ ന ജ്ഞാനി സൽക്രിയോ നര കളിതാവാനലേനാദ്യാസാദനം ഭസ്മതാം ഗതം അഷ്ടശൂലാജന പദാ ശിവശൂലാദിജാതയ കാമിന്യക്കേശജോലിന്യ സംഭവന്തി കലാവിഹ ഏവം പശ്യം കലയാർദോഷാൻ പര്യടനവനീംഹം യാമനം തടമാപന്നോയത്രലീലാഹരേരപോൽ തത്ര ആശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മനീശ്വരാം ഏകാത് തരുണീ തത്രാനിഷണ്ണാകിന്നമാനസ വൃദ്ധൗതോപതിതോ പാർശ്വനിശസന്താവചേതനോ ശുശ്രൂഷന്തി പ്രബോധന്തി രുദ്രദീക്ഷതയോ പുരാ ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം ജമ്പു ബീജ്യമാനാചത സ്ത്രീവർഗോദ്യമാന മുഹുർമുഹു ദൃഷ്ട്വാ ദൂരാൽഗതസ്വഹം കൗതുകേന്ദ്രതന്തികം മാം ദൃഷ്ട്വാ ചോത്തിദാ ബാലാ വിപുലാ ചാബ്രവേദ്വച ബാലോ വാച ഭോ ഭോ സാദോക്ഷണം ദിഷ്ടാമച്ചിന്താമ വിനാശയ ദർശനം തവലോകസ്യ സർവദാഘാരം വരം ബഹുധാതോ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം തദാ നാരദോ വാച കാസിത്വം കാവിമോചയമാ നാര്യക്കാ പത്മലോചന വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം കപാലോ വാച അഹം ഭക്തിരിഖ്യാതായി മോമേതനയോ മതോ ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ചർച്ചരോ ഗംഗാദ്യാസരിതശ്ച മത്സേവാർത്ഥ സമാഗത തഥാഭിന്നമേ ശ്രേയസ് വിദായ സുരേരവി ഇതാനും ശ്രീമദ്വാർത്താസതത്വബോധന വാർത്താമേ വിദതാപ്യസ്തി താം ശ്രുത്വാ സുകുമാവഹ ഉൽപ്പന്നാദ്രിവിടെ സഹം വൃദ്ധിം കർണാടകേ ഗത ക്വചിൻ മഹാരാഷ്ട്രേ കുർജരേ ജീർണതാംഗത തത്ര ഘോരകരേ യോഗൽപാഖണ്ഡേ ഖണ്ഡിതാംഗക ദുർബലാ മഞ്ജിലം യാദാ പുത്രാഭ്യാം സ്വമന്ദത വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതേ സംയപ്രഷ്ഠരൂപാത് സാമ്രതം യമോദശഹിതാവത്രാസുതോമേ കൃഷിതശ്രമാത് ഇതം സ്ഥാനം പരിത്യജ വിദേശം ഗമ്യതേമയ ജരടത്വം സമായാതോ തേന ദുഃഖേന ദുഃഖിതാം സാഹം തരുണി കസ്മാത്സുതോ വൃദ്ധാഭിമുഖുത പ്രയാണാം സഞ്ചാരിത്വ വൈപരീത്യം ഉദസ്ഥിതം ഘടതേ ജരടാമാതാ തരുണോദനയാ വിധി അതശോചാമി ചാത്മാനം വിസ്മയാഭിഷ്ടമാനസാം വദയോഗനിതേ ധീമൻ കാരണം ചാത്രകിം ഭവേത് നാരദോവാച ജ്ഞാനേന ആത്മനി പശ്യാമി സർവമേ തവാനഖേ ന വിഷാദസ്തുയാകാര്യ ഹരിശം തേ കരിഷ്യതി സൂതോവാച ക്ഷണമാത്രേണ ജ്ഞാത്വാ വാക്യം മുനീശ്വര നാരദോവാച ശൃണുഷ്യാവഹിതാ ബാലയുഗോയം ദാരുണക്കലി തേന ലുപ്ത സദാചാരോ യോഗമാർഗസ്തവാംസിജ ജനാഘാസുരായന്തേ ഷാഡ് ദുഷ്കർമ്മകാരിണ യോ സന്തോഷീതന്തി പ്രദക്ഷന്തി അസാധവ ഹതേ ധൈര്യം ദിയോധീമാൻ സധീര പണ്ഡിതോധവ അസ്പൃശ്യ അനവലോക്യേയം ശേഷഭാരഗരീധര വർഷേ വർഷേ ക്രമാജാതമംഗളം നാവിദൃശ്യത്തെ നത്വാമവിസുതയസ്സാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്തർജർജരത്യേന സംസ്ഥിത വൃന്ദാവനസ്യ സംയോഗാൽ പുനസ്ത്വം തരുണീനവാം ധന്യം വൃന്ദാവനം തേന ഭക്തിർനൃത്യതി യത്ര ച അത്രേമോ ഗ്രഹകാഭാവാൻ ന ജരാം വിമുഞ്ചതാം കിഞ്ചിദാത്മസുഖേനേഹ പ്രസുപ്തിർമന്യതേ അനയോ ഭക്തിരുവാച കഥം പരീക്ഷിതാരാജ്ഞ സ്ഥാപിതൗഖ്യശുചിക്കലി പ്രവൃത്തേ തുകലോ സർവസാരപുത്രകഥോ മഹാൻ കരുണാപരേണ കരുണാപ്യധർമ്മ കഥമീക്ഷതേ ഇമം മേ സംശയം ചിന്തീതുദ്വാചാ സുഖിതാസ്മ്യഹം നാരദോ വാച ഇത് പൃഷ്ടസ്തയാ ബാലേ പ്രേമത ശ്രവണം ഗുരു സർവം വക്ഷ്യാമിതേ പതിരേ കശ്മലം ദേമീഷ്യതി യഥാ മുകുന്ദോ ഭഗവാൻ ക്ഷമാന്തിക്വാസൂതം ഗത തദ്ദിനാൽ കലിരായാത സർവസാധനബാധക ദൃഷ്ടോ ദിഗ്വിജയരാജ്ഞാദിനവച്ചരണം ഗത നമയാമാരണീയോയം സാരംഗസാരഭുക്ക് യദ്ബലം നാസ്തി പ്രസാദയോഗേന സ്വാധീന
തത്ഫലം ലഭത്തെ സമ്യക് കലോകേർത്ത് ഗീശ കേശവകീർത്തനാത് ഏകാകാര കലിന്ദ്രിഷ്ട്വാ സാർവലസാരനീരസം വിഷ്ണുരാജ സ്ഥാപിതവാൻ കലിജാന സുഖായച കുകർമാചരണാൽ സർവതോ നിർഗതോദിന പദാർത്ഥ സംസ്കൃത ഭൂമോ വിജയീന സ്തുഷായുധ വിപ്രയർഭാഗവതി വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാഗണലോപേന കഥാസാരസ്വതോഗത അത്യുഗ്രപൂരി കർമാണോ നാസ്തികാരോ രുവാചന ദേവിതിഷ്ടന്തി തീർത്ഥേഷോ തീർത്ഥസാരസ്വതോഗത കാമക്രോധ മഹാലോഭ തൃഷ്ണ വ്യാകുലചേതസ ദേവി ദിഷ്ടന്തപസീതപസ്സാരസ്തോഗത മനസശ്ചാജയാല്ലോഭദംഭാൽ പാഖണ്ഡ സംശ്രയാത് ശാസ്ത്രാനഭ്യസനാച്ചൈവ ധ്യാനയോഗഫലം ഗതം പണ്ഡിതാസ്തുകളത്രേണാരമന്ദേ മഹിഷായിവ പുത്രസ്യോൽപാദനെ ദക്ഷാദക്ഷാം പ്രസാദനെ നഹി വൈഷ്ണവതാ പുത്രാ സമ്പ്രദായപുരസ്സര ഏവം പ്രളയതാം പ്രാതോ സുസാരസ്ഥലേ സ്ഥലേ അയം ദ്വിഗതം മുയി വർത്തതേ കസ്യ ദൂഷണം അധസ്തു പുണ്ടരീകാക്ഷ സഹതേ നികടയസ്ഥീത സൂതോവാച ഇത് തവ ജനം ശ്രുത്വാ വിസ്മയം പരമം ഗത ഭക്തിരുചേവചോ ഭൂയശ്രൂയതാം ദക്ഷശോനിക ഭക്തിരുവാച സുരക്ഷേതും ഹിതന്യോസി മദ്ഭാഗ്യേന സമാഗത സാധൂനം ദർശനം ലോകേ സർവസിദ്ധികരം വരം ജയതി ജഗതിമായ മിസ്യകായാതവസ്തേവചനേചനമേകം കേവലം ചാകരയ്യ ധ്രുവപദമപി യാതോ യൽകൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ ഭക്തിനാഥ സമാഗമോ നമ. പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ വൃഥാഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം അഹോ ചിന്താതുരാ കഥം. നാരദ മഹർഷി ലോകം മുഴുവനും നടന്ന് 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 സകല സ്ഥലത്തും അസ്പൃശ്യ അനവലോക്യേയം ശേഷഭാരകരീധര. അസ്പൃശ്യ അനവലോക്യേയം, ഒരു സ്ഥലത്തും തനിക്ക് ഇഷ്ടമുള്ളതായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല അത്രയും നാരദ മഹർഷിക്ക്. കലികാലമായിട്ട് ആയതുകൊണ്ട് കലികാലം വരികയാണ്. കലികാലത്ത് ഈ ശേഷഭാരകരീധര അനന്തന് 1000 ശിരസ്സുള്ള അനന്തന് സാധാരണയ്ക്ക് തൻ്റെ ഒരു ശിരസ്സിൽ ഈ ഭൂമി ഒരു കടുകുമണിയെ പോലെയാണ് അനന്തത കൊണ്ട് നടക്കാറ് അത്രേ. കടുകൊക്കെ തലയിലുണ്ട് വെച്ചാൽ ആർക്കെങ്കിലും ഭാരമായിട്ട് തോന്നുക, സാധാരണയ്ക്ക് തോന്നില്ല. എന്നാ ശേഷഭാരകരീധര ആ അനന്തനിപ്പോൾ ഒരു കടുകുമണിയെ പോലെ വലിപ്പമുള്ളതായിരിക്കുന്ന ഈ ഭൂമി ശിരസിന് ഭാരമായിട്ട് തോന്നിയത്രേ. എപ്പോഴാ അനന്തന് ഭാരമായിട്ട് തീരുക ഭൂമി? അസ്പൃശ്യ അനവലോക്യേയം ശേഷഭാരകരീധര ഹൃതേളീകപരം നരം. കളവ് പറയുന്നതായിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുമ്പോൾ, ദുഷ്ടന്മാരുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് തലേ ദിവസം തന്നെ ഡയറിയിൽ എഴുതി വയ്ക്കും അത്രേ, നാളെ ആരൊക്കെ ഉപദ്രവിക്കണം, നാളെ ആരൊക്കെ ഉപദ്രവിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ എണ്ണം അങ്ങോട്ട് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമിദേവിക്ക് പ്രയാസം. ഭൂമിദേവി പറയും, നിങ്ങൾ എത്ര വലിയ ഫ്ലാറ്റ് വേണിച്ചാലും ഉണ്ടായിക്കോ, കുഴപ്പമില്ല, 1000 നില ഉള്ളതോ 10000 നില ഉള്ളതോ ഒക്കെ ഞാൻ താങ്ങിക്കോളാം. പക്ഷേ ഈ ദുഷ്ടന്മാരായിരിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിനെ താങ്ങാൻ എന്നെ കൊണ്ടതാ സാധിക്കില്ല. ശേഷഭാരകരീധര, എവിടെ നോക്കിക്കഴിഞ്ഞാലും തൻ്റെ മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നാരദ മഹർഷിക്ക് ഇതാ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നടന്ന് 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 യമുനാ നദിയുടെ തീരത്ത് വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക കാഴ്ച കണ്ടു അത്രേ. അവിടെയാണെച്ചാൽ സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മടിയിലേക്ക് 2 വയസ്സായ ആൾക്കാർ തലയും വെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് അത്രേ. നാരദ മഹർഷി വേഗം കണ്ണടച്ചു. നാരദ മഹർഷി വിചാരിച്ചു, ഇന്നത്തെ കാഴ്ചയൊന്നും കാണാൻ പാടില്ലല്ലോ. നമ്മൾ നടക്കാൻ പുറപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി നാരദ മഹർഷിയെ വിളിച്ചു. ഭോ ഭോ സാധോ ക്ഷണം ദിഷ്ട മച്ചിന്താമവിനാശയ. എന്താ നാരദ മഹർഷി അങ്ങ് എന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ പോണത്? അങ്ങും കൂടി മിണ്ടാതെയാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങും കൂടി ഇനിയിപ്പോൾ എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് ദൂരത്തേക്ക് പോകാൻ പുറപ്പെട്ടാലോ? അപ്പം നാരദ മഹർഷി തോന്നി, എന്തോ ഒരു പരിചയമുള്ള ശബ്ദമാണല്ലോ, ആരാ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വിചാരിച്ചു അത്രേ. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങയ്ക്കും കൂടി ഇപ്പം എന്നെ വേണ്ടാന്നുണ്ട് വെച്ചാൽ വിദേശം ഗമ്യതേ മയ, പാസ്പോർട്ടും വിസയും ഒക്കെ എടുക്കാൻ പോവുക ഞാനിപ്പോൾ ഇവിടുന്ന് പോവുക, അങ്ങയ്ക്കും കൂടി ആവശ്യം. അപ്പം ചോദിച്ചു, നീ ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. അഹം ഭക്തിരിഖ്യാത, എൻ്റെ പേര് ഭക്തി എന്നാണ്. അപ്പം എൻ്റെ ഈ മടി കിടക്കുന്ന 2 കുട്ടികളോ, ഇത് എൻ്റെ കുട്ടികൾ തന്നെയാണ്.
ജ്ഞാനവൈരാഗ്യങ്ങളാണ് പറഞ്ഞു അത്രേ. അപ്പം നാരദ മഹർഷിക്ക് അത്ഭുതമായി. അങ്ങനെ ഉണ്ടാവും. അമ്മയ്ക്ക് 12 വയസ്സ്, കുട്ടികൾക്ക് കാണിച്ചാൽ 90-95 വയസ്സ്. ഇതെന്തേന്ന് എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ വയസ്സ്? അതൊക്കെ അറിയില്ല കേട്ടോ പറഞ്ഞു അത്രേ. ഞാനിങ്ങനെ ലോകത്തിലൂടെ കുട്ടികളെ കയ്യും പിടിച്ച് നടക്കണതിൻ്റെ ഇടയ്ക്ക് ചില സ്ഥലത്തെത്തുമ്പോൾ ഇവർക്ക് വയസ്സ് ബാധിക്കും, ചില സ്ഥലത്ത് ഇവര് ചെറിയ കുട്ടികളായിട്ട് മാറും. എങ്ങനെയെങ്കിലും ഈ കുട്ടികളുടെ അമ്മയ്ക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഇതിലധികമായിട്ട് എന്തെങ്കിലും വേണോ? എങ്ങനെയെങ്കിലും കുട്ടികളുടെ ആ വാർദ്ധക്യത്തിനെ ഇല്ലാതാക്കി തീർക്കണേ പറഞ്ഞു അത്രേ. നാരദ മഹർഷി അവിടെ ഇരുന്ന് പറഞ്ഞു, നീ ഒരിക്കലും കരയണ്ട, നിന്റെ കണ്ണുനീരിനെ ഇല്ലാതാക്കലാണ് എന്നെപ്പോലുള്ളതായിരിക്കുന്ന മഹർഷീശ്വരന്മാരുടെ ജോലി. അതുകൊണ്ട് നീ ഒരിക്കലും കരയാനായിട്ട് പാടില്ല. ഗൃഹേ ഗൃഹേ, ഓരോ ആളുകളുടെയും മനസ്സിൽ നിന്നതാ പ്രതിഷ്ഠിച്ചു തരാം. എല്ലാ ഗൃഹങ്ങളിലും ഭക്തി നടക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അത്ര. നാരദ മഹർഷിയുടെ ആ ഒരു വാക്ക് ആലോചിച്ച് നോക്കും. ഇന്നിപ്പോൾ എവിടെ എത്തി ഭക്തി എന്നുള്ളത് അല്ലേ? ഏത് ഗൃഹത്തിലാണ് ഭാഗവതം ഇല്ലാത്തതായിട്ടുള്ളത് അല്ലേ? ഓരോരോ ഗൃഹങ്ങളിലും പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭാഗവത ഗ്രന്ഥമുണ്ട്. ഭാഗവത ഗ്രന്ഥം ഇല്ലാത്തതായിരിക്കുന്ന ഗൃഹം വളരെ ചുരുക്കമാണ്. പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു ഭാഗവതം ഇല്ലാത്ത ഗൃഹമുണ്ടോ, ഭാഗവതം ഇല്ലാത്ത. എന്നപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഇതിപ്പോൾ എല്ലാവരും ഭാഗവത ഗ്രന്ഥമായിട്ട് വായിക്കാൻ അറിഞ്ഞാലും ശരി, വായിക്കാൻ അറിഞ്ഞില്ലാച്ചാലും ശരി. ഇപ്പം എന്താ പരിപാടി? ഭാഗവതം പഠിക്കാൻ പോവുക, ഭാഗവതം പഠിക്കുക. എന്നാൽ ഭാഗവത ഉപാസന എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, ഭാഗവതം പഠിക്കുക. എങ്ങനെയാ ഭാഗവതം പഠിക്കാൻ സാധിക്കുക? ആലോചിച്ച് നോക്കൂലേ. നാരായണീയം പഠിക്കുക. പല ആൾക്കാരും അങ്ങനെയാണ് പറയുക. അല്ലേ? നാരായണീയം പഠിക്കുകയല്ല, നാരായണീയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യണത്? ഭഗവാൻ ഉപാസിക്കുകയാണ്. ഓരോ ശ്ലോകവും നമ്മൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ആ ശ്ലോകം കൊണ്ട് നമ്മൾ ഭഗവാൻ എങ്ങനെ ഉപാസിക്കുകയാണ്. അല്ലേ? ഭാഗവതം നമ്മളിങ്ങനെ വായിക്കുന്നതോട് കൂടിയിട്ട് ഭഗവാൻ എങ്ങനെ ഉപാസിക്കുകയാണ്. ഗേ ഹേ ഗേ ഹേ, നിന്നെ ഓരോരോ ഗൃഹത്തിലും ഓരോരോ ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചു തരാ. വൃദ്ധാഖേദയസേ ബാലേ, നീ ഒരിക്കലും കരയാനായിട്ട് പാടില്ല. നമ്മളൊക്കെ സനാഥന്മാരാണ് അല്ലേ? നാഥനില്ലാത്തതായിട്ട് ആരുമില്ല അവിടെ. അനാഥന്മാരെന്ന് പറയാൻ പതിവില്ലാത്തേ. അതാണ് നമ്മളെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഈ അനാഥന്മാര് അങ്ങനില്ല, എല്ലാവരും സനാഥന്മാരാണ്. വിശ്വനാഥൻ പിതാവൂ നമുക്കെല്ലാം, വിശ്വധാത്രീ ചരാചര മാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ. ആ സന്താനോപപാലത്തില് കുട്ടികളോട് ചോദിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ കുട്ടികളോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ അച്ഛൻ ആരാ? ഒരു സംശയം ഉണ്ടായില്ല, അതിലേക്ക് അടിച്ചു കൊടുത്തു. അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ. രക്ഷിച്ചിടാൻ ഇവരൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയാ നമ്മൾ അനാഥന്മാരായിട്ട് മാറ്? അതുകൊണ്ട് നീ കരയാനായിട്ട് പാടില്ല. നിന്റെ കരച്ചിലതാ ഞാനതാ ഇപ്പോ മാറ്റിത്തരാം. ഖേദയസേ ബാലേ, നീ എന്തിനാ അങ്ങനെ കരയണത്? അഹോ ചിന്താതുരാഗതം ശ്രീകൃഷ്ണചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. കൃഷ്ണന്റെ പാദങ്ങളെ അങ്ങോട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദുഃഖവും അല്ലാതായിട്ട് തീരും. പിന്നീട് അവർക്ക് ദുഃഖങ്ങൾ ഉണ്ടാവില്ല അല്ലേ? ഒരു ദുഃഖവും അവരതാ ബാധിക്കില്ല. ദുഃഖമില്ലാതായിട്ട് തീരണോ? ശ്രീകൃഷ്ണചരണാംഭോജം സ്മര, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കൂ, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കൂ അല്ലേ? അധരം മധുരം വദനം മധുരം മധുരാധിപതേരഖിലം മധുരം. മധുരം വേണോ? സന്തോഷം വേണോ? ആനന്ദം വേണോ? സുഖം വേണോ? കൃഷ്ണന്റെ പാദത്തിന്റെ അടുത്ത് അങ്ങനെ വന്നിരുന്നാൽ മതി അല്ലേ? ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നതോടുകൂടി എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരും. അവിടെ ഇരുന്ന് ഗീതാ പാഠേർ മുഹുർമുഹു, ഭഗവത്ഗീത പല പ്രാവശ്യം ഇരുന്ന് വായിച്ചു അത്രേ. അപ്പോഴേക്കും ഈ ജ്ഞാനവൈരാഗ്യങ്ങളൊന്ന് എഴുന്നേറ്റിരുന്ന് ഭക്തിദേവിക്ക് നല്ല സന്തോഷമായി. എഴുന്നേൽക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊന്ന് ദീർഘശ്വാസം വലിച്ച് അവിടെ തന്നെ കിടന്നു. നാരദ മഹർഷി പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നേരെയാക്കി തരാ പറഞ്ഞു. നേരെ ഹിമാലയപർവ്വതത്തിൻ്റെ മുകളിലതാ എത്തിച്ചേർന്നു. നാരദ മഹർഷിയുടെ സംശയം തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് പല അറിവുള്ള ആൾക്കാരും അവിടുന്ന് ഓടിപ്പോയി അത്രേ. മുഖീഭൂത, ഗുഹയിലുള്ള സന്യാസിമാരൊക്കെ മിണ്ടാതിരിക്കുന്നവരായിട്ട് മാറി. ചിലവർ അവിടുന്ന് ഓടിപ്പോയി. ഇപ്പം ജഗത് സാക്ഷിയായിരിക്കുന്ന സൂര്യഭഗവാനെ വിളിച്ചു വരുത്തി
ഭഗവാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, സപ്താഹം വാചനം ഗുരു, ഭാഗവതത്തെ 7 ദിവസം കൊണ്ടതാ ഉപാസിക്കൂ, സംശയമില്ല ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉയർച്ചതാ ഉണ്ടാവും. സൂര്യനെ ഉപാസിച്ചു. സൂര്യനെ ഉപാസിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂര്യനെ ഉപാസിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെ, സൂര്യഭഗവാനെ ഉപാസിക്കുമ്പോഴാണ് നല്ല അറിവുണ്ടാവുക. നമുക്ക് പരമമായിരിക്കുന്ന അറിവ് ഭഗവാന്റെ പാദങ്ങളിൽ. ആരാ സൂര്യഭഗവാൻ? ആരാണ് സൂര്യനായിട്ടിരിക്കുന്നത്? ഇവിടെ ഉദ്ധവനോട് ഭഗവാൻ പറയുന്നു ഏകാശസ്കന്ധത്തിൽ, ഉദ്ധവ അവിടെ ആ സൂര്യനെ അല്ലാട്ടോ കാണേണ്ടത് അല്ലേ. എന്താണ്? ചക്ഷുസ് തുഷ്ടരി സംയോജ്യ തുഷ്ടാരം അഭിചക്ഷുഷി മാം തത്ര മനസാധ്യായൻ വിശ്വം പശ്യതി സൂക്ഷ്മതർക്ക് മാം. എന്നെ കാണും ഉദ്ധവ, എന്നെയാണത് ആ സൂര്യനിലിതാ കണ്ടത്. അപ്പോൾ ഭഗവാനെ നന്നായിട്ട് ഉപാസിച്ചപ്പോൾ മനസ്സിലായി ഭാഗവതം പഠിക്കുക വേണ്ടത്, ഭാഗവതം പഠിക്കുക വേണ്ടത്. ആരാ ആചാര്യന്മാരായിട്ട് കിട്ടുക? സനകാദി മുനീശ്വരൻ, സനകാദി മഹർഷീശ്വരന്മാര് ആനന്ദതളത്തിലിരുന്ന് ഭാഗവതം ഇങ്ങനെ വായിക്കാനായിട്ട് പുറപ്പെട്ടതോടുകൂടി ഒരു പെൺകുട്ടി 2 ചെറിയ കുട്ടികളുടെ കയ്യും പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് അത്ര അവിടേക്ക്. അതിനല്ല, ഈ കുട്ടികളാണെന്ന് വെച്ചാൽ അവർ ഉറക്കെ ഇങ്ങനെ നാമം ജപിക്കുന്നുണ്ട്. ഭഗവാന്റെ തിരുനാമം ഉറക്കെ ഇങ്ങനെ ജപിച്ച് വരുന്ന ആ കുട്ടികളെ കണ്ട സമയത്ത് ഈ കഥ പറയുന്ന ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. എന്താ വെച്ചാൽ കുറേ കുഴപ്പമുണ്ട്. ഒരു കുഴപ്പം എന്താ ചോദിച്ചാൽ, ഈ കഥ കേൾക്കാതിരിക്കുന്നതിൽ ആരെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ 100 ആൾക്കാരിക്കുന്നുണ്ട് വെച്ചാൽ അല്ലേ, ആ 99 ആളെ നോക്കാതെ വർത്തമാനം പറയുന്ന ആളെ നോക്കുക, അയാളെയാണ് ആദ്യം കാണുക. അപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ എല്ലാവരും മിണ്ടാതിരിക്കുമ്പോൾ 2 കുട്ടികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി നാമം ജപിക്കുന്നത് കണ്ടപ്പോൾ നാരദ മഹർഷിക്കും സനകാദികൾക്കൊക്കെ അത്ഭുതം. ഇതാരും അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? വേഗം ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയിത്രേ നാരദ മഹർഷി ചോദിച്ചു, നീ ആര്? അയ്യോ, അങ്ങിപ്പോഴും എന്നെ മറന്നുപോയി. അന്ന് ആ വൃന്ദാവനത്തിൽ യമുനാ നദിയുടെ തീരത്ത് അതെ വയസ്സായ 2 കുട്ടികൾ എൻ്റെ മടിയിലാണ് കടന്നിരുന്നത്. ഞാൻ ഭക്തിദേവി. അപ്പം ഇത്ര പെട്ടെന്ന് അതാ പെട്ടെന്ന് ഭാഗവതം കേൾക്കാൻ പുറപ്പെട്ടില്ല. അതിൻ്റെ മുന്നേ തന്നെ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ബാല്യം അവർക്ക് തിരിച്ചിതാ കിട്ടി. അമ്മ എവിടെയാണ് ഉള്ളത് അവിടെയാണ് കുട്ടികൾ ഉണ്ടാവുക. അതാണ് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുകയേ വേണ്ടു. ഭക്തി ഉണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ജ്ഞാനവൈരാഗ്യങ്ങൾ തന്നാലെ വന്നോളൂ. അത്രേ ജ്ഞാനം ഉണ്ടാവണേ, വൈരാഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എന്തുണ്ടായാൽ മതി? ഭക്തി ഉണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിലും നമുക്ക് എന്താ അറിയാലേ, എല്ലാം അറിയുന്ന ആഞ്ജനേയ സ്വാമി അടക്കം ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കുന്നത്? ദാസോഹം ഭാവനം മതി കേട്ടോ ഭഗവാനെ. ദാസോഹം കോസലേന്ദ്രസ്യ, ദാസോഹം 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 ദാസോഹം, ദാസനായിട്ട് തീരണേ, ദാസനായിട്ട് തീരണേ, ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവും. പിന്നീടാണ് 2 അധ്യായങ്ങളിൽ ആത്മദേവന്റെ ചരിത്രം. ആത്മദേവന് ഒരു കല്യാണം കഴിച്ചു. ദുന്ദുളി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ സുന്ദരി സുകുലോത്ഭവ, നല്ല സൗന്ദര്യമുള്ള സ്ത്രീ അത്രേ, നല്ല കുലത്തിൽ ജനിച്ചതാണ്. പക്ഷെ അതിന് പ്രസവിക്കാൻ ഇഷ്ടമില്ല, കുട്ടികളുണ്ടാവാൻ വയ്യ. ഇനി എന്താ ചെയ്യുക? ആത്മദേവനാണെന്ന് വെച്ചാൽ ഒരു ഉണ്ണി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം സന്യാസിയുടെ അടുത്തെത്തി. സന്യാസി ഒരു ഫലം ജപിച്ചു കൊടുത്തു അത്രേ. അങ്ങനെ ആ സ്ത്രീയുടെ കയ്യിൽ, ഭാര്യയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ദുന്ദുളി അവിടെ ഇരുന്ന് ആലോചിച്ച്, അങ്ങേക്ക് പ്രാന്ത രണ്ടില്ല, ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രയാസം. കുറച്ചധികം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ മര്യാദയ്ക്ക് അല്ലേ. മാത്രമല്ല അതിങ്ങനെ 5-6 മാസമൊക്കെ ആകുമ്പോൾ വയറെങ്ങനെ വലുതായി വന്നാലോ ഒന്ന് നടക്കാൻ പറ്റുമോ? ഭർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റുമോ? ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂടെ ഭഗവാൻ. ഇനിയിപ്പോൾ പല കള്ളന്മാരിട്ട് വന്നിട്ടാൽ ഞാൻ എങ്ങനെയാ രക്ഷപ്പെടുക അവിടുന്ന് അല്ലേ. മാത്രമല്ല തിര്യക്കാകതയിൽ പ്രസവിക്കുന്ന സമയത്ത് വിപരീതമായിട്ടാണ് വന്നത് വെച്ചാൽ ഞാനിട്ട് മരിച്ചു പോയാലോ ഭഗവാനെ. ഇനി കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാലുള്ള സ്ഥിതിയോ ലാളനെ പാലനെ ദുഃഖം ഇതിൻ്റെ മൂത്രത്തിലും മലത്തിലും കിടക്കണ്ടേ ഭഗവാനെ. പടം എന്താ ചെയ്യേണ്ടത് വിചാരിച്ചെങ്കിൽ എനിക്ക് അനുജത്തി വന്നു അത്രേ. അനുജത്തി പറഞ്ഞു, നടക്ക അയാൾക്കൊരു കുഞ്ഞിനല്ലേ കൊടുക്കേണ്ടത്, അപ്പം ഞാൻ നേരെയാക്കി തരാൻ പറഞ്ഞു അത്രേ. എനിക്കിപ്പോൾ ഒരു ഉണ്ണി ഉണ്ടാവാനുള്ള ഭാവമാണ്. അപ്പോൾ എനിക്ക് ഉണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉണ്ണിയെ ഞാൻ നിനക്ക് കൊണ്ടുവന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവിന് അത് കുറച്ച് പൈസയൊക്കെ കൊടുത്താൽ പിന്നെ അയാൾ മിണ്ടൊന്നുമില്ല പറഞ്ഞു അത്രേ. അപ്പോൾ ഈ പഴം എന്താ ചെയ്യുക? അത് സന്യാസി പറഞ്ഞതുപോലെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ എഴുന്നേൽക്കുന്ന കളവ് പറയാത്ത ഒരാൾ ഇവിടെ അല്ലേ, അതെവിടെയാ? അത് വീട്ടിലല്ല തൊഴുത്തിലാണ് നിൽക്കണത് പറഞ്ഞു അത്രേ. അതിൻ്റെ പശുവിന് കൊണ്ടുപോയി കൊടുത്തു. അതിൻ്റെ പശുവിന് ഉണ്ടായതായിരിക്കുന്ന ഉണ്ണിക്ക് ഗോകർണൻ എന്ന് പേര് കിട്ടി. അനുജത്തിയുടെ ഉണ്ണി ദുന്ദുകാരി എന്ന് പേരിൽ അറിയപ്പെട്ടു. അത് ദുന്ദുകാരി ദുഷ്ടനായിട്ട് വരണം.
ആരും ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ സ്ത്രീകളെയൊക്കെ വളരുന്നതിനനുസരിച്ച് ഇവൻ അങ്ങനെ വേണ്ടാത്തതിൻ്റെ ഓരോന്ന് കാണിക്കാൻ പുറപ്പെട്ടു അത്രേ. അവസാനം ആ സ്ത്രീകൾ തന്നെ ഈ ദുന്ദുകാരിയെ വധിച്ചു. അല്ലെ, മഹാപ്രേതായിട്ട് ഇതാ മാറി. ഗോകർണൻ എത്തിച്ചേർന്നു. മഹാപ്രേതാവസ്ഥയിൽ അങ്ങനെ ഇരിക്കുന്ന ദുന്ദുകാരിയെ കണ്ടപ്പോൾ ആ കമണ്ഡലുവിൽ നിന്ന് ഗംഗാജലം എടുത്തത് ആ തളിച്ചു. അപ്പോൾ പറഞ്ഞു, ഏട്ടാ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. നല്ല ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഒരിക്കൽ പോലും ഭഗവാനെ തീർത്ഥാപം ജപിക്കാതെ ഭഗവാനെ ഉപാസിക്കാതെ മഹാപ്രേതാവസ്ഥയിൽ ഇരിക്കുന്ന എനിക്ക് എന്താ രക്ഷയായിട്ടുള്ളത് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ഭാഗവതം സപ്താഹ യജ്ഞം ആരംഭിച്ചു. അതോടുകൂടി ഒരു മുളയുടെ ചോട്ടല്, 7 കമ്പുള്ള മുളയുടെ ചോട്ടല് ഈ ദുന്ധുകാരിത വന്നിരുന്നു. ഓരോരോ ദിവസം കഴിയുമ്പോൾ ഓരോ കൊമ്പങ്ങനെ ഇല്ലാതായി. അങ്ങനെ 7 ദിവസം കഴിയുമ്പോൾ 7 കമ്പും ഇല്ലാതായി. സപ്തഗ്രന്ഥി വിഭേദക, 7 ഗ്രന്ഥിയെയും മോചിച്ചുകൊണ്ട് ആ ഗോകർണന്റെ കഥ കേട്ടതായിരിക്കുന്ന ദുന്ധുകാരി പുറത്തേക്ക് ഇറങ്ങി വന്നു മഹാവിഷ്ണു സ്വരൂപത്തിൽ. അല്ലേ, ആരായി ദുന്ധുകാരി? ആലോചിച്ച് നോക്കൂ, നമ്മൾ തന്നെ അല്ലേ ദുന്ധുകാരി? അല്ലേ, 7 ഗ്രന്ഥികളാണ് മനുഷ്യ ശരീരത്തിന് എന്ന് പറയും. ഓടക്കുഴല് പോലെ മുളക്കൊമ്പ് പോലെയുള്ള ശരീരമാണ് ഇതാ നമുക്ക്. അല്ലേ, നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ഭഗവത് ചൈതന്യം, അതാണ് ഗോകർണൻ എന്ന് പറയും. അല്ലേ, ഗോകർണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പശുവിൻ്റെ കാത് പോലെയുള്ള കാതുള്ള ആള് എന്ന് വേണിച്ചാൽ പറയാം. ഗോശബ്ദത്തിന് അനവധി അർത്ഥമുണ്ട്, നല്ല വാക്ക് എന്ന് അർത്ഥമുണ്ട്. ഭഗവത് കാര്യങ്ങൾ അങ്ങനെ കേൾക്കുമ്പോഴാണ്, ഈശ്വര കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ശരീരമല്ല ഞാൻ ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവത്തിലേക്ക് നമുക്കിതാ എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കും. അതിനെന്ത് വേണം? ഈ ഭാഗവതം ഈ കാതുകൊണ്ട് കേട്ടാൽ പോരാ, മനസ്സുകൊണ്ട് കേൾക്കാനായിട്ട് സാധിക്കണം. മന ഏവ ശൃണോതി മനഃപശ്യതി എന്ന് പറയും. മനസ്സ് എവിടെ ഇരിക്കണമെന്നുള്ളതിനാ പ്രാധാന്യം. അല്ലേ, ഇപ്പം എവിടെ ഇരിക്കുകയാണെന്ന് വെച്ചാലും മനസ്സ് വീട്ടിൽ വെച്ചാലോ എന്താ ഉണ്ടായെന്ന് അറിയില്ല കേട്ടോ, നേരത്തെ പോവാന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അല്ലേ, അപ്പോൾ മനസ്സ് എവിടെ ഇരിക്കണമെന്നുള്ളതിനാണ് കൂടുതൽ ഇതാ പ്രാധാന്യം. ഗോപസ്ത്രീകളുടെ മനസ്സ് പോലെ ആവണം എന്ന് പറയും. ഗോപസ്ത്രീകളുടെ മനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലേ, അത് കൃഷ്ണനിൽ മാത്രമേ ലയിക്കുക. വറുത്ത വിത്ത് എവിടെ ഇട്ട് കഴിഞ്ഞാലും മുളക്കില്ല പറയും. വറുത്ത വിത്ത് ഏത് അനുകൂല സാഹചര്യം വന്നു കഴിഞ്ഞാലും അത് ഇതാ മുളക്കില്ല. ഇതേപോലെ നമ്മളെ മനസ്സ് ഭഗവാനിലേക്ക് ഇതാ ലയിപ്പിക്കണം. മനസ്സുകൊണ്ട് ഭാഗവതം കേൾക്കാൻ സാധിക്കണം, മനനം ചെയ്യാനായിട്ട് ഇതാ സാധിക്കണം. അതിന് ദുന്ധുകാരി ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നതുപോലെ അവിടെ ഇരുന്ന് ഭാഗവതം കേട്ട എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിച്ചു. പിന്നീട് ഒരധ്യായത്തിൽ എങ്ങനെയാണ് സപ്താഹയജ്ഞം നടത്തേണ്ടത് എന്നൊക്കെ ഇതാ വർണ്ണിച്ചു. മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ ഏവം ദീനഭജ പ്രോച്യ. ഭഗവാന്റെ മുന്നിൽ അങ്ങനെ വന്ന് ദീനതയോട് കൂടിയിട്ട് ഇങ്ങനെ ഭഗവാനെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ ഇതാ സാധിപ്പിച്ചതാ തരുന്നു. പ്രദക്ഷിണ നമസ്കാരം. സപ്താഹയജ്ഞത്തിൽ എത്തിച്ചേരുമ്പോൾ ആദ്യം തന്നെ ശ്രീഫലം കയ്യിലേക്ക് എടുത്ത് പ്രദക്ഷിണം ചെയ്യണം, ഭഗവാനെ വീണ് നമസ്കരിക്കണം. ശ്രീഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരം എന്നാണ് അർത്ഥം. അപ്പോൾ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മൾ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നതാണ് നാളികേരം. ആഗ്രഹിക്കുന്നവർക്കൊക്കെ രാവിലെ വരുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് വരുമ്പോൾ നാളികേരം മണ്ഡപത്തിൽ ഇതാ കൊണ്ടുവന്ന് ഇതാ സമർപ്പിക്കാം. രാവിലെ നെയ്വിളക്കൊക്കെ കയ്യിലേക്കെടുത്ത് ശ്രീഫലമൊക്കെ കയ്യിലേക്കെടുത്ത് നമുക്ക് അമ്പലത്തിലൊരു പ്രദക്ഷിണം രാവിലെ ഇതാ ഉണ്ടായിരിക്കും. 6:15 പ്രദക്ഷിണം. അത് കഴിഞ്ഞാൽ പിന്നെ വിഷ്ണു സഹസ്രനാമ പാരായണം, പിന്നീട് സമൂഹ പ്രാർത്ഥന. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ കയ്യിലേക്ക് വെള്ളം പൂവൊക്കെ തന്ന് രാവിലെയുള്ള ആ പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ പിന്നെ കീർത്തനങ്ങളൊക്കെ ചൊല്ലി ഇവിടെ ഭാഗവത പാരായണം, ഭാഗവത പ്രഭാഷണം ഒരു 8:30 മണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അങ്ങനെ സന്ധ്യാവുന്നതിൻ്റെ മുന്നേ ഓരോരോ ദിവസവും ഈ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭഗവാന്റെ പാദങ്ങൾ നമുക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ആ പരമമായിരിക്കുന്ന ഭക്തി നമുക്ക് ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭക്തി ഉണ്ടാവണേ ഭഗവാന്. ഗോപസ്ത്രീകളുടെ ഭക്തി പോലെ അല്ലേ. എന്താ ഗോപസ്ത്രീകളുടെ പ്രത്യേകത? കൃഷ്ണനെ സ്നേഹിക്കണമെന്നതേ ഞങ്ങൾക്കുള്ളൂ, കൃഷ്ണനെ സ്നേഹിക്കണമെന്നതേ ഞങ്ങൾക്കുള്ളൂ, കൃഷ്ണനെ സ്നേഹിക്കണമെന്നതേ ഞങ്ങൾക്കുള്ളൂ, കൃഷ്ണൻ ഇങ്ങോട്ടും സ്നേഹം വേണമെന്നു ഞങ്ങൾക്കില്ല. അത്ര ഗോപസ്ത്രീകളുടെ പ്രത്യേകത. കൃഷ്ണൻ ഇങ്ങോട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല, കൃഷ്ണൻ ഇങ്ങോട്ട് എങ്ങനെ ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇതാ ചിന്താഗതി. അങ്ങോട്ട് മാത്രം സ്നേഹിക്കാം.
അങ്ങോട്ട് മാത്രം സ്നേഹിക്കാനായിട്ട് ഇതാ സാധിക്കുന്നത്. ഭഗവാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കാല് വെച്ച് കുത്തി ഓരോ വേദന വരുമ്പോൾ ഗോപസ്ത്രീകൾ അതാ പറയണു, അങ്ങോട്ട് സ്നേഹിക്കാട്ടോ വേണ്ടത്, അങ്ങോട്ട് സ്നേഹിക്കാട്ടോ വേണ്ടത്. വിവേകാനന്ദ സ്വാമികൾ അതാണല്ലോ വർണ്ണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോരോ ദുഃഖങ്ങളും ഭഗവാൻ അയക്കുന്ന എഴുത്ത് പോലെ കാണണമെന്നാണ് പറയുക. ഓരോ എഴുത്തായിട്ട് കാണാനായിട്ട് സാധിക്കണം. ആ ഗോപസ്ത്രീകളുടെ ഭക്തി പോലെ ഭക്തി ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഈ വൈകിയതായിരിക്കുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ദീപാരാധനയോട് കൂടിയിട്ട് നിർത്താം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി, ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര, ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര, ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ, ശരണം മേ തവ ചരണയുഗം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്തം ന്യായേന മാർഗേണ മഹീം മഹീശാം. യോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും ഒന്ന് ഭഗവാന്റെ പാദങ്ങളെ സമർപ്പിച്ച പൂക്കൾ പ്രസാദമായിട്ട് സ്വീകരിക്കാം. രാവിലെ കുട്ടികൾ വരുന്ന സമയത്ത് അവർക്ക് വിദ്യാഗോപാല മന്ത്രം ജപിച്ചതായിരിക്കുന്ന നെയ്യ് നമ്മളെ സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ